بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. 37 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്. കണ്ടോ? പേജ് കണ്ടോ? പരിഭാഷയിൽ 159 പേജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. 37 മുതൽ 41 വരെയുള്ള വചനങ്ങളാണ് കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് അവസാനം ആശയം ചുരുക്കി വെച്ച് പോയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ചുരുക്കം അത് വരാത്ത ആളുകൾക്ക് അതിനോട് തുടർന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തത്. അല്ലാഹു തആല ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്ന ഭൂമിയിലേക്ക്. ആ നിലക്കാണ് മനുഷ്യ സമൂഹത്തെ കാണുന്നത്. അള്ളാഹ് ആദം നബിയെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത് പഠിച്ചോനെ? പിന്നെ യസ്ഫിക്കുദ്ദിമ, ഭൂമിയിൽ എന്ത് ചെയ്യാണ്? രക്തം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും രക്തം ചിന്തുന്ന ആളുകളുമായിട്ട് മാറുന്ന ഒരു ടീമിനെ നീ എന്തിനു സൃഷ്ടിക്കുന്നു? അള്ളാഹു കൊടുത്ത മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. അങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിച്ചു. വസ്തുക്കളുടെയൊക്കെ പേര്, എല്ലാത്തിൻ്റെയും പേര് പഠിപ്പിച്ചു. എന്നിട്ട് മലക്കുകളോട് അത് പറയാൻ വേണ്ടി പറഞ്ഞു. അവർ പറഞ്ഞു, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പഠിച്ചത് നീ പഠിപ്പിച്ചത് ഞങ്ങൾക്കറിയൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. ആ റബ്ബ് ആദമിനോട് അതൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ എന്ത് കൊടുത്തു? പറഞ്ഞു കൊടുത്തു. മലക്കുകളോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളറിയാത്തത് ആരറിയുന്നുണ്ട്? ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെയാണ് സുജൂദിൻ്റെ വിഷയം കൂടി വരുന്നത്. എല്ലാവരും സുജൂദ് ചെയ്തു, എല്ലാവരും സുജൂദ് ചെയ്യാണ്.
ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. ഖുർആൻ മറ്റൊരിടത്ത് കാരണം പറഞ്ഞു, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാൾക്ക് എന്ത് ചെയ്യൂല, സുജൂദ് ചെയ്യൂല. അങ്ങനെ ഇബ്ലീസിനെ സ്വർഗീയ ലോകത്ത് ആ സമയത്ത് തന്നെ ഇബ്ലീസ് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലെത്തി. അല്ലാഹു തആല ആദമിനോടും ഭാര്യയോടും സ്വർഗത്തിൽ യഥേഷ്ടം ഭക്ഷണം കഴിക്കാൻ, അവിടെ നിന്നാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. സ്വർഗത്തിൽ എല്ലാ നിലക്കും, സ്വർഗം നമ്മൾ മനസ്സിലാക്കണം, പിന്നെ ഭൂമിയിലെ ഏതെങ്കിലും സ്ഥലമല്ല. അങ്ങനെ പറയുന്ന ആളുകൾക്ക് തെറ്റുന്നതാണത്. ഭൂമിയിലുള്ള ഒരു സ്ഥലവുമല്ല, ഭൂമിയിലുള്ള ഒന്നുമായിട്ടും സ്വർഗത്തെ താരതമ്യം നമ്മൾക്കിട്ട് സാധിക്കുകയില്ല. സ്വർഗത്തിൽ എന്തും തിന്നാനും കുടിക്കാനും അല്ലാഹു തആല അവർക്ക് അനുവാദം കൊടുത്തു. പക്ഷെ ഒറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്തായിരുന്നു അത്? പറഞ്ഞേ. ഒരു മരത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. വലാ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. പോയാൽ ഫതകൂന മിനൽ-ളാലിമീൻ, രണ്ടുപേരും എന്തായി പോവും, അക്രമികളായി പോവും. ആ സമയത്താണ് ഫഅസല്ലഹുമ ശൈത്താൻ, ശൈത്താൻ അവരെന്ത് ചെയ്യാണ്, തെറ്റിക്കുക. ഫഅസല്ലഹുമ ശൈത്താനു അൻഹു, അള്ളാഹു അവരോട് അടുക്കരുത് എന്ന് പറഞ്ഞ മരത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ ശൈത്താൻ അവരടുപ്പിച്ചു. ഏത് സമയത്തും നമ്മൾക്കും ഉണ്ടാകുന്നതാണ്. അള്ളാഹ് ഹറാമാക്കിയതിലേക്കാട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ ആകർഷിക്കുക, ചെയ്യാൻ പറഞ്ഞതിലേക്കൊന്നും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യൂല, ഒരിക്കലും ആകർഷിക്കില്ല. ശൈത്താൻ ആ നിലക്ക് അവരെ പറ്റിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹു അവരോട് വഖുൽന ഹ്ബിതു ബഅളുക്കും ലിബഅളിൻ അദു, ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി പറയാണ് അല്ലേ. നിങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹ് പറയുന്നത്, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാവും. എന്നിട്ട് അള്ളാഹ് അവരോട് പറയുന്നു, വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഭൂമിയിലേക്കിന് പോകാം. ഭൂമിയിൽ നിങ്ങൾക്കൊരു താമസ സ്ഥലമുണ്ട്. നിശ്ചിത സമയം വരെയുള്ള പാർപ്പിട സൗകര്യങ്ങളും എല്ലാ വിഭവങ്ങളും ഭൂമിയിൽ അള്ളാഹു എന്ത് ചെയ്യാണ്, ഒരുക്കി വെക്കുകയാണ്. ഇതോടനുബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ഒന്നവിടങ്ങാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ എഴുതി വെക്കണം. സൂറത്ത് അഅറാഫ് ഈ 19 മുതലുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് 19 മുതൽ ഒരു 30 വരെയുള്ള ആയത്തുകളൊന്ന് പഠിക്കണം. അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്നല്ല കേട്ടോ. ആദം നബിയുടെ ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വരവും അവിടെ സംഭവിച്ച ചില കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടും. സൂറത്തു അഅറാഫിലെ 19 മുതൽ 30 വരെ. ഇനി പിന്നെ അടുത്ത വ്യാഴാഴ്ച എന്താ ഇപ്പം ഞാൻ എൻ്റെ ബുക്കിൽ ഒരു അഅറാഫ് 19 എഴുതി വെച്ചത്, അറിയാതിരിക്കരുത്. നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണം. അർത്ഥത്തിൻ്റെ കൂടെ അമ്മാനി മൗലവിയുടെ തഫ്സീറും ഇപ്പം ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. വിശദീകരണം കൂടെ വായിക്കുമ്പോൾ ഏറെ ഉപകാരപ്പെടും. അതിലും കാണാം അള്ളാഹു ആദമിനോടും ഭാര്യയോടും പറയാണ്, രണ്ടുപേരും സ്വർഗത്തിൽ നിന്നോ ഇഷ്ടമുള്ളത് ഭക്ഷിച്ചോ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് അടുക്കരുത്. പിശാച് അവരെ ഇവിടെ തെറ്റിപ്പിച്ചു എന്ന് പറയും. ഫഅസല്ലഹുമ ശൈത്വാൻ അല്ലേ ഇവിടെ പറഞ്ഞത്, ശൈത്താൻ തെറ്റിച്ചു. അഅറാഫ് കാണാം ഫവസ്വസലഹുമ ശൈത്താൻ, ശൈത്താൻ ഒരു വസ്വാസ് ഉണ്ടാക്കി. എന്തിനാണെന്നറിയോ അതുണ്ടാക്കിയത്? ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആത്തിഹിമ, മറച്ചു വെക്കേണ്ട രഹസ്യഭാഗങ്ങളുണ്ട് ഒരു മനുഷ്യർക്ക്, അത് വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് എന്ത് ചെയ്തത്, ഈ നിലക്ക് അവരെ തെറ്റിപ്പിച്ചത്. എന്നിട്ട് അഥവാ ആദമിൻ്റെയും ഹൗവയുടെയും നഗ്നത വെളിവാക്കി, ആദമിൻ്റെയും ഭാര്യയുടെയും നഗ്നത വെളിവാക്കി. ശൈത്താനാണ് നഗ്നത വെളിവാക്കുന്നത്. എന്നിട്ട് അവർ ആദമിനെയും പിന്നെ ഭാര്യയെയും പറ്റിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിപ്പിച്ചു. ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നഗ്നത വെളിവായപ്പോൾ പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഭാര്യയും കൂടെ സ്വർഗത്തിൽ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഇലയെടുത്ത് അവരെന്ത് ചെയ്തു, നഗ്നത മറക്കുകയാണ്. ആ സമയത്ത് അള്ളാഹ് പറയുന്നു, വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹാകുമാ അൻ തിൽകുമാ അഷ്ജറ, അള്ളാഹ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിലക്കിയിട്ടില്ല ആ കനി ഭക്ഷിക്കരുത് എന്ന്. വാഖുൽ ലക്കുമാ ഇന്ന ശൈത്വാന ലക്കുമാ അദുവ്വു മുബീൻ, ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. എന്തിനാ ശൈത്താൻ ഇവരെ പറ്റിച്ചത്? ഉത്തരം ഇതിലുണ്ട്. എന്തിനാ പറ്റിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, നഗ്നത, മനുഷ്യൻ്റെ എന്ത് വെളിവാക്കാൻ വേണ്ടിയിട്ട്?
നഗ്നത വെളിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? തൊട്ട് താഴെ പറയാ ബനി ആദം ഖദ് അൻസൽന അലൈക്കും ലിബാസൻ, മനുഷ്യ മക്കളെ, ആദമിൻ്റെ മക്കളെ, നിങ്ങൾക്കും നാം വസ്ത്രം ഇറക്കി തന്നു. എന്തിനാണെന്നറിയോ? യു ആരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത മറക്കാനും, വരീഷൻ, ഒരലങ്കാരത്തിനും. രണ്ട് കാര്യത്തിനാണ് ഡ്രസ്സ്. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് ഒന്ന് നമ്മൾ നഗ്നത മറയാനാണ്. നഗ്നത മറയാത്ത ഡ്രസ്സ് കൊണ്ടൊരു കാര്യമില്ല. രണ്ടാമത്തത് നമ്മൾക്ക് ഒരു അലങ്കാരത്തിനും കൂടിയാണ്. എന്നിട്ട് പറഞ്ഞു വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രം, തഖ്വയുടെ വസ്ത്രം, അതാണ് ഏറ്റവും ഉത്തമമായത്, അല്ലേ? പിശാച് ആദമിൻ്റെയും ഭാര്യയുടെയും നഗ്നത വെളിവാക്കി. ആ നഗ്നത വെളിവാക്കുന്നതാണ് ശൈത്താൻ ഏത് കാലത്തും ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു, നഗ്നത മറയണം, ഒന്നാമത്. രണ്ട്, ഒരലങ്കാരത്തിനും കൂടെ. എന്നിട്ട് വീണ്ടും നമ്മളോട് പറയുന്നു യാ ബനി ആദമ ലാ യഫ്തിനന്നകുമു ശൈത്താൻ. അല്ലാഹ് പറയാം, മനുഷ്യ മക്കളെ, ആദമിൻ്റെ മക്കളെ, നിങ്ങളെ പിശാചി ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കൾ അഥവാ ആദമിനെയും നിങ്ങളുടെ ഉമ്മയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. എങ്ങനെ? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആത്തിഹിമാ, പിശാചുകളുടെ ഡ്രസ്സൂരി അവരുടെ നഗ്നത കാണാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങളെ ശൈത്താൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അവനും അവൻ്റെ ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കാണാത്ത വഴികളിലൂടെ പിശാച് നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏത് കാലത്തും നമ്മുടെ ഡ്രസ്സ്, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ആ ആയത്തുകളുമായി ബന്ധപ്പെട്ട ആയത്താണ്. സൂറത്ത് അറാഫിലെ 19 മുതൽ 30 വരെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ആദമിനെയും ആദമിൻ്റെ ഭാര്യയെയും പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ ശൈത്താൻ ഫിത്നയിലാക്കാതിരിക്കട്ടെ. മറച്ചു വെക്കേണ്ട ഭാഗങ്ങളുണ്ട് ഒരു മനുഷ്യന്, അത് വെളിവാക്കലാണ് ആരുടെ പണി? പിശാചിൻ്റെ പണി. അതുകൊണ്ട് ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മൾ ആണുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും ഈ രണ്ട് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. നഗ്നത മറയാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സെങ്കിൽ ഇന്ന് ആ ഡ്രസ്സിൽ ധരിച്ചിട്ട് തന്നെ നഗ്നത കാണിക്കാൻ പറ്റുന്ന ആ നിലക്കുള്ള ഫാഷനുകൾ പോലും കണ്ടുപിടിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. സ്ലൈ സെൻറ്ററിൽ ക്ലാസ്സിന് വരുന്ന നമ്മളൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടേയിരിക്കുന്നൊരു ബോധ്യം കൊണ്ടാണ്. നമ്മൾ അൽഹംദുലില്ലാ ചിലപ്പോൾ ഹൈറായിരിക്കും, പക്ഷേ പ്രവാസികളുടെ ഭാര്യ നാട്ടിൽ നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സൊക്കെ കേട്ടിട്ട് നന്നാകാൻ വേണ്ടി വിചാരിക്കുന്നു. നാട്ടിൽ പോകുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെൺകുട്ടികൾ, ഇതൊക്കെ ഒരു ദിവസം ഒരു സൽക്കാരം വരുമ്പോൾ, ഒരു വിരുന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ 100% നമുക്കറിയാം ഒരു സ്ത്രീയുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മുഴുവനും മറക്കൽ നിർബന്ധമാണ്. മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മുഴുവനും മറയൽ നിർബന്ധം. ഒരു പെണ്ണിൻ്റെ കാലിൻ്റെ നഖം വരെ മറയണം, അന്യപുരുഷന്മാർ കാണാൻ പാടില്ല. അത് കാണിച്ച് നടന്നാൽ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് അള്ളാഹുവിൻ്റെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നരകമുണ്ട്, സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഒരു മുസ്ലിം സ്ത്രീക്ക് തൻ്റെ നഗ്നത കാണിക്കുന്ന ഒരവസ്ഥയിൽ എത്തുകയാണെങ്കിൽ, അറിയാത്തതാണെങ്കിൽ അള്ളാഹിനോട് പടച്ചോനെ പറ്റിപ്പോയി പുറത്തേറെന്ന് പ്രാർത്ഥിക്കുക. അറിഞ്ഞിട്ടും ചെയ്യുകയാണെങ്കിലോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കാസിയാത്തുൻ ആരിയാത്തും, വസ്ത്രം ധരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അവർ വസ്ത്രം ധരിക്കും, പക്ഷെ പേരിനെ വസ്ത്രമേ ഉള്ളൂ, അവർ നഗ്നകളായിരിക്കും. മായിലാത്തും മുമീലാത്തുൻ, ആടിക്കുഴഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന ആളുകൾ, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ മുടിക്കെട്ടി, അറബി സ്ത്രീകളൊക്കെ മുടിക്കെട്ട് ആ നിലക്ക് തന്നെ കെട്ടി വെക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളും മുടി ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൂഞ്ഞ പോലെയാക്കി വെക്കുന്ന ആ സ്ത്രീകൾ ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല വല യജിദിന റീഹഹ, സ്വർഗത്തിൻ്റെ ആയിരക്കണക്കിനപ്പുറം അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ മണം പോലും കിട്ടാത്ത സ്ത്രീകളാണ് അവർ. ആര്? നഗ്നത കാണിക്കുന്നു. എന്ത് നഗ്നത? മുൻകൈയും മുഖവും ഒഴിച്ചിട്ട് ബാക്കി എവിടെയും കാണാൻ പാടില്ല. സാരി ധരിക്കുന്നു, ബ്ലൗസിൻ്റെ കൈ ഹാഫ് കൈയാണ്, ചുരിദാറിൻ്റെ കൈ ഹാഫ് കൈയാണ്, അല്ലേ? അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ആ നിലക്ക് ചെയ്യുന്നു. പെണ്ണിനോട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, തല മറക്കുന്ന ഡ്രസ്സ് കൊണ്ട് വേണം പെണ്ണ് മറക്കാൻ. ചുരിദാറും പർദ്ദയൊക്കെ ധരിക്കുമ്പോൾ തല മറക്കാൻ ഒരു ഷാൾ ഉപയോഗിക്കുകയാണ്, മറക്കാൻ വേറൊന്ന് ഉപയോഗിക്കുകയാണ്. എന്താണ്?
അവരുടെ തല മറക്കുന്ന അതേ ഡ്രസ്സ് കൊണ്ട് മറയണം. അത് തന്നെയായിരിക്കണം വേണ്ടത്. ഇല്ലെങ്കിലോ ഈ കാണുന്ന നിലക്ക് നരകത്തിലായിരിക്കും ആരാ പോകുന്നത്? നിസ്കരിക്കുന്ന പ്രവാസീൻ്റെ ഭാര്യ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് വിളിച്ചു പറയും പർദ്ദ അയച്ചു കൊടുക്കണേ. ആരാ പറയുക? ഉമ്മ പറയും, പെങ്ങൾ പറയും, അമ്മായി പറയും, മൂത്തുമൊക്കെ പറയും. ഏത് പർദ്ദ നമ്മൾ എടുക്കുന്നത്? നമ്മൾ നല്ല നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ആൾക്കാരാ, ഡ്രസ്സ് സൂക്ഷിക്കുന്ന ആൾക്കാരാ. ഈ നമ്മൾ പോലും നഗ്നത കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു. പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, പെണ്ണെ പർദ്ദ ധരിക്കണേ, പെണ്ണെ പർദ്ദ ധരിക്കണേ. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ പോരാ. പർദ്ദ അഴിപ്പിക്കാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിയ ശത്രു പിശാച് തന്നെ ആളുകളെ പഠിപ്പിച്ച് ഈ പർദ്ദയെ തന്നെ എങ്ങനെ പിഴപ്പിക്കാം. കൈ കാണുന്ന പർദ്ദ അല്ലേ, അതുപോലെ തന്നെ ബോഡി ടൈറ്റ് ഫിറ്റ് പർദ്ദ, അതുപോലെ തന്നെ വർക്കുകൾ എന്തെല്ലാം കളറായിരിക്കും. ഒരു പർദ്ദയ്ക്ക് തന്നെ 3 കളറാണ്. മാറത്ത് ഒരു കളറ്, അരഭാഗത്ത് വേറെ കളറ്, താഴെ വേറെ കളറ്, പുറത്ത് പോലും ഇപ്പോൾ ഡിസൈനാണ് അല്ലേ. എന്തോ ഫാഷൻ സാധനം പോകുന്ന പോലെ ഉണ്ടാവും രാത്രിയൊക്കെ പോകുന്ന കാണുമ്പോൾ. എന്താണോ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രം കിട്ടുന്നില്ല. 10 പെണ്ണുങ്ങളെ പൊതിയാൻ പറ്റിയ ഒരു സാരീൻ്റെ ഉള്ളിൽ ആ സാരി ഒരു പെണ്ണ് ധരിച്ചാലോ ഓളെ പള്ള പുറത്തായിരിക്കും അല്ലേ, കൈ പുറത്തായിരിക്കും. അതുകൊണ്ടാണ് അല്ലേ ആ നിലക്ക് ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. നാട്ടിൽ പോകുന്ന ആണിൻ്റെ പോലെ എന്താ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഒരു പ്രവാസി ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഫുൾ കൈ കുപ്പായം ധരിച്ചിട്ടാണ് പോകുന്നുണ്ടാകുക. നല്ല പാൻറ്റ് നെരിയാണി താഴെ വരെ ഉണ്ടാവും, ഷോക്സ് ഉണ്ടാവും, ഷൂസ് ഉണ്ടാവും, തലയിൽ തൊപ്പിയും ഉണ്ടാവും, എവിടെയും കാണൂല. ഓൻ്റെ പെണ്ണുങ്ങളോ അല്ലേ, അവനിക്ക് നെരിയാണീൻ്റെ താഴെ വസ്ത്രം പോകാൻ പാടില്ല. പക്ഷെ ഓൻ്റെ ശരീരം ഫുൾ കവറാണ്. ഓൻ്റെ ഭാര്യയോ കൈ പുറത്താണ്, മാറ് പുറത്താണ്, വയറിൻ്റെ ഭാഗം പുറത്താണ്. എല്ലാവരും കണ്ടോളി, ഇതാ എൻ്റെ ഭാര്യ ഇതാ പോകുന്നത്, സഞ്ചരിക്കുന്ന വേശ്യ, ഫ്രീ ആയിട്ട് കണ്ടോളി, ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ട, പൈസ ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ നഗ ആര് ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നഗ്നത മറക്കാനാ വസ്ത്രം അല്ലേ. മറ്റേത് നമ്മളെ ഫ്രൂട്ട്സ് കടയിൽ നാട്ടിലൊക്കെ ബത്തക്ക കടയിൽ ബത്തക്കേൻ്റെ മുകളിൽ ഇങ്ങനെ വല വെക്കും. പേരിന് വലയുണ്ട്, ബത്തക്ക നമ്മൾ കാണുകയും ചെയ്യും. അതുപോലെ പേരിന് ഡ്രസ്സുണ്ട്, കാണേണ്ടത് മുഴുവനും കാണും. ആ നിലക്കുള്ള കളറിങ് ഇത് കല്യാണത്തിന് നമുക്ക് ഇസ്ലാം ബാധകമല്ല, അതുപോലെ തന്നെ സൽക്കാരത്തിന് നമുക്ക് ബാധകമല്ല, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ബാധകമല്ല. ആകെ ഇസ്ലാമിൻ്റെ വസ്ത്രപ്പ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ, മദ്രസക്ക് പോകുമ്പോൾ, മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഇവിടേക്കാണ് വസ്ത്രം അല്ലേ. മദ്രസ പോകുന്ന മോള് തന്നെ സ്കൂൾ കാണുമ്പോൾ എന്താ തലയിൽ തട്ടയില്ല അല്ലേ. നമ്മൾ പറയാറുണ്ട്, ഒരു ഉമ്മ ഇങ്ങനെ ഓടിപ്പോകുക മോളെ വേക്കന്നെ, മദ്രസയും വിട്ടിട്ട് സ്കൂളിലേക്ക് പോകുന്ന മോളെ വേക്കിൽ. എന്തിനാണ് ഉമ്മ ഓടുന്നത്? മോള് നാട്ടിൽ നിന്ന് മദ്രസ വിട്ട് വന്ന് വീട്ടിൽ നിന്ന് 10 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 10:30 സ്കൂളിൽ പോകുമ്പോൾ ആ മഫ്ത അയച്ചു വെക്കാൻ മറന്നുപോയിട്ടുണ്ട്. മഫ്തയും ധരിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അത് അയപ്പിക്കാനാണ് ഓടുന്ന ഉമ്മ അല്ലേ, ധാര പറ്റിക്കാനാണ്. അതുകൊണ്ട് ഇതിലോരോ ഉപ്പമാരുണ്ട്. ഞാൻ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഉമ്മമാരുണ്ട്. ആണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വർഗത്തിൽ അടുക്കാൻ കഴിയാത്ത 3 വിഭാഗമുണ്ട്. അതിലൊന്നാരെന്നറിയോ? അദ്വയൂസ്. തൊയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാ? സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുപ്പിന് നിൽക്കുന്ന ആൾക്കാർ, സ്വന്തം കുടുംബത്തെ കൂട്ടിക്കൊടുപ്പിന് നിൽക്കുന്ന ആണുങ്ങൾ. അഥവാ എൻ്റെ ഭാര്യയെ നിങ്ങൾ ആസ്വദിച്ചോളി, എൻ്റെ പെങ്ങളെ ആസ്വദിച്ചോളി, ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ചാനൽ ഫിറ്റായി കൊടുക്കും, അതിൻ്റെ ചാർജ് കൊടുക്കും, എന്തു ചെയ്തോളൂ. ഞാൻ സുബൈക്ക് പോലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാണ്. ഇവയാൾ പറയും ഇങ്ങനെ, ഞാനെന്താ പിന്നെ ഒന്നും ചെയ്യാത്ത, ഞാനിങ്ങോട്ട് ഗൾഫിലല്ലേ, അവർ നാട്ടിൽ ബോറടിക്കുകയല്ലേ അല്ലേ. ഈ ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ആണുങ്ങളെ, നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വെച്ചു കൊടുത്ത ഉപകരണം കൊണ്ട് നമ്മുടെ കുടുംബം കണ്ടിട്ട് ആ കുടുംബത്തെ നരകത്തിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ നിസ്കരിച്ചാലും നിങ്ങൾ നോമ്പെടുത്താലും നിങ്ങൾ സക്കാത്ത് കൊടുത്താലും സ്വർഗത്തിൻ്റെ മണം പോലും അനുഭവിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇത്. അതുകൊണ്ട് അത്ര ഗൗരവത്തിൽ ശ്രദ്ധിച്ചോ. പ്രത്യേകം നമ്മുടെ ഈ വസ്ത്രം അത് നഗ്നത മറക്കുന്ന രീതിയിലായിരിക്കണം. അറിയാത്തത് കൊണ്ട് അബദ്ധം പറ്റിപ്പോകും. ഇസ്ലാം നമ്മളെ കെട്ടിക്കൊടുക്കുകയല്ല, നമുക്ക് പ്രയാസം സൃഷ്ടിക്കുകയല്ല. എന്തിനാ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയൊക്കെ മറയാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞത്? ദാലിക അദ്ന അൻ യുഅറഫ്ന ഫലാ യുഅ്ദൈൻ. നിന്നെ തിരിച്ചറിയാനാ പെണ്ണേ, നീ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാ. നിൻ്റെ വേഷം കാണുമ്പോൾ കാമക്കണ്ണുമായി നോക്കുന്ന ഒരു പുരുഷന് അറിയാൻ പറ്റണം ഈ സ്ത്രീ മാന്യയായ സ്ത്രീയാണ്, ഇവളെ ആ വഴിക്ക് തിരിച്ചാൽ കിട്ടില്ല, ഇവളോട് ആ നിലക്ക് സംസാരിച്ചാൽ കഴിയില്ല. നേരെ മറിച്ച് നീ ഔറത്തും കാണിച്ചത് നടക്കുമ്പോഴോ ആളുകൾക്ക് തോന്നും നിൻ്റെ പിന്നാലൊന്ന് നടന്നാലെന്താ, നിന്നൊന്ന് ഉപദ്രവിച്ചാലെന്താ, നിന്നൊന്ന് പ്രയാസപ്പെടുത്തിയാലെന്താ. അതാണ് 99% സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മാനഭംഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇസ്ലാം പറഞ്ഞ വസ്ത്രധാരണക്കപ്പുറത്ത് വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്. പിന്നെ 1%
വളരെ റെയറായിട്ടാണ് ചിലപ്പോൾ ഇസ്ലാമിക വേഷം ധരിക്കുന്ന സ്ത്രീയും ഈ നിലക്ക് ഉപദ്രവിക്കപ്പെടുന്നത്. അല്ല പറയുക, മനുഷ്യനെ സൃഷ്ടിച്ച അല്ല പറയുക, നിന്നെ തിരിച്ചറിയാൻ, നിൻ്റെ ഹിജാബ് നിനക്കൊരു സേഫ്റ്റിയാണ്, ഇസ്ലാമിക ഡ്രസ്സ് നിനക്കൊരു സേഫ്റ്റിയാണ്, ഒരാളും നിൻ്റെ ഭാഗത്തേക്ക് വരൂല. അത് ഞാൻ ഗൗരവത്തിൽ ഇന്നത്തെ ആയത്തെടുക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കുറേ ആയത്തെടുത്ത് പോകുന്നതിന് പകരം ഇത് ഒരു നസീഹത്ത് എന്ന് മാത്രമല്ല, ഒരു വസിയത്തായിട്ട് എത്രയോ നല്ല രക്ഷിതാക്കളുടെ കുടുംബത്തിൽ മക്കൾ ഈ നിലക്ക് ഔറത്ത് കാണിച്ചിട്ട് ആ ക്യാമ്പസുകളിൽ പോകുന്നത്, നാട്ടിൽ ഭാര്യ ഔറത്ത് കാണിച്ചിട്ട് ആ പുറത്തേക്ക് പോകുന്നത്, പെങ്ങൾ പോകുന്നത്, ഉമ്മക്കറിയാം, ബാപ്പക്കറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ പ്രശ്നം അല്ലേ? അതെവിടെയാ പ്രശ്നം? നന്നാകേണ്ട കുടുംബനാഥനിൽ എന്തോ തകരാറുണ്ട്. അതുകൊണ്ട് നന്നാകുക. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇനി ഇതാണ് ആദമിനെയും ഭാര്യയെയും പിശാച് തെറ്റിച്ചത്, നഗ്നത കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഴം തിന്നുപോയി. ആ സമയത്ത് തന്നെ പിന്നെ നഗ്നത പുറത്തേക്ക് വന്നു. ആ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് നഗ്നത മറച്ചു. അള്ള പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടത് ചെയ്യണ്ടെന്ന്, ശൈത്താൻ ശത്രുവാണെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ കേട്ടപ്പോൾ ആദം ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഫതലഖ ആദം തൻ്റെ ഫതലഖ ആദം മിർ റബ്ബി, തൻ്റെ റബ്ബിങ്കിൽ നിന്ന് ആദം ഏറ്റെടുത്തു. തലക്ക എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു, കണ്ടെടുത്തു എന്നൊക്കെയുള്ള അർത്ഥം. ഫതലഖ ഏറ്റെടുക്കുകയാണ്. ആദം മിർ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്ന്. എന്ത്? കലിമാത്തിൻ, ചില വചനങ്ങൾ, അങ്ങനെ ചില വാക്കുകൾ ഏറ്റെടുത്തു. ഫതാബ അലൈ, അങ്ങനെ ഫതാബ അലൈ, തൗബ സ്വീകരിച്ചു. ഈ രണ്ട് ആ പദം ശ്രദ്ധിക്കണം. താബ അല എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിക്കുക എന്ന്. താബ ഇല എന്ന് പറഞ്ഞാലോ തൗബ ചെയ്യുക. അള്ളാഹിലേക്ക് തൗബ ചെയ്യുന്നതിന് എന്താ പറയുക? താബ ഇല. താബ അലൈ, താബ അള്ളാഹു താല തൗബ സ്വീകരിക്കുകയാണ് അലൈഹി, ആദമിൻ്റെ മേൽ. അങ്ങനെ കേട്ടോ വരിക. അത് അറബി ഭാഷയിലൊരു പ്രയോഗമാണത്. ഫതാബ അല, അള്ളാഹിൻ്റെ മേൽ തൗബ ചെയ്തു എന്നല്ല. താബ അല എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിച്ചു. താബ ഇല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? തൗബ ചെയ്യും. എന്താ തൗബ? ഖേദപ്രകടനത്തിലാണ് എന്ത് പറയുക? തൗബ. പഠിച്ചോനെ പുറത്തേണ്ടെന്ന് പറയുന്നതിനല്ല, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഖേദപ്രകടനത്തിനാണ് എന്ത് പറയുക? തൗബ. അതിൻ്റെ കൂടെ ഇസ്തിഗ്ഫാർ, മാപ്പിരക്കൽ, പൊറുക്കലിനെ തേടൽ, പറ്റിപ്പോയി അല്ലേ, അത് തൗബേൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇസ്തിഗ്ഫാറാണത്. എന്തായിരുന്നാലും ആദം അള്ളാഹുവിൽ നിന്ന് ചില വാക്ക് ഏറ്റെടുത്ത് പഠിച്ചു. ആ പഠിച്ച വാക്ക് കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്തു? ഫതാബ അലൈഹി, അള്ളാഹു എന്ത് ചെയ്തു? തൗബ സ്വീകരിച്ചു. എന്തായിരിക്കും അള്ളാഹുവിൽ നിന്ന് എടുത്ത ആ കലിമത്ത്? മാഷാ അല്ലാഹ്, കാസിം ഗവർണർ ശരിയാ. എന്താണ്? ഖുർആനിൽ തന്നെ കാണാം അല്ലേ? ആദം അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അഅറാഫിലെ 23-ാമത്തെ ആയത്തിൽ ഖാല, അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. റബ്ബന വലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന. ഇത് ആര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ? ആദം അല്ലേ, ഭാര്യയും ഹൗവയും കൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലലംന അൻഫുസന, ഞങ്ങളോട് തന്നെ എന്ത് ചെയ്തു? അക്രമം കാണിച്ചു. ഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ, പുറത്ത് തന്നിട്ടില്ലെങ്കിൽ, വതർഹംന, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഇതാണ് തെറ്റ് വന്നപ്പോൾ ആദം നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. അപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്തത്? തൗബ സ്വീകരിച്ചത്. എന്നാൽ നിങ്ങൾക്കാണ് ഈ സാധനം എന്താണെന്നറിയോ? മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന സാധന. ഇതെന്താണ്? മങ്കൂസ് മൗലിദ്. റബീഉൽ അവ്വലിൽ ചെല്ലുന്നൊരു സാധനം. ഇത് വളരെ പൗരുഷുണ്ട് എന്നും വളരെ പുണ്യം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ട് ചെല്ലുന്ന ഈ സാധനത്തിൽ കാണാം, അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദമു വഫ്തഖറ ബികൗനിഹി വാലിദ. ആദം നബി സ്വർഗത്തു നിന്ന് പഴം തിന്നപ്പോൾ ആ ചെയ്ത തെറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി ആദം നബി എടുത്ത പണി എന്താണെന്നറിയോ? അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി റസൂലുള്ളാഹിൻ്റെ ഹക്ക് കൊണ്ട് എൻ്റെ തെറ്റ് പൂർത്തിയാക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് എന്നാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഷിയാക്കളിൽ
ഏറ്റവും അപകടം പിടിച്ച കക്ഷികളാണ് ഇസ്നാഅശരികൾ, റാഫിളുകൾ അല്ലേ? ഈ ഹദീസ് നമുക്ക് എവിടെ കാണാം? മൗലൂ എന്ന് പറയുന്ന സംഭവമുണ്ട് ഹദീസ്. റസൂലുള്ളാഹി നബിയിൽ കള്ളക്കഥ ഉണ്ടാക്കി, ഷിയാക്കൾ റാഫിളുകൾ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയിൽപ്പെട്ടൊരു കള്ളക്കഥയാണ് ഇത്. ആദം നബി സ്വർഗത്തിൽ നിന്ന് തെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അർശ് കണ്ടു. അർശിൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കണ്ടു. അപ്പോൾ ആദം നബി ചിന്തിച്ച്, പഠിച്ചോനെ അള്ളാഹിൻ്റെ പേരിൻ്റെ കൂടെ ഇതെപ്പോഴും മുഹമ്മദിൻ്റെ പേര് അല്ലേ? അപ്പം അള്ളാഹ് ചോദിച്ചു, നിനക്ക് എന്തറിയാം ഈ മുഹമ്മദിനെ പറ്റി? അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെടണം. അപ്പോഴാണ് ആദം നബി എന്ത് ചെയ്തത്? മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ആരോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്? അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഖുർആൻ എന്താ പറഞ്ഞത്? ആദം നബി തെറ്റ് ചെയ്തപ്പോൾ പറഞ്ഞേ റബ്ബന വലംന അംഫുസന എന്ന് ഖുർആൻ പഠിപ്പിക്കുക അല്ലേ? പക്ഷേ മങ്കൂസുകാരെന്താ പഠിപ്പിക്കുന്നത്? ആദം നബി മുഹമ്മദ് റസൂലുള്ളാഹിനെ കൊണ്ട് ഇടതേടിയിട്ടാണ് പ്രാർത്ഥിച്ചതെന്ന് അല്ലേ? ഈ സാധനത്തിൽ തന്നെ കാണാം, നൂഹ് നബി പ്രാർത്ഥിച്ചു കപ്പലിൽ കുടുങ്ങിയപ്പോൾ അല്ലെ, പ്രളയം വന്നപ്പോൾ പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബി തീയിലെറിഞ്ഞപ്പോൾ നബിയോട് പ്രാർത്ഥിച്ചു അല്ലേ? ഇങ്ങനെ നമ്മളെ ഏത് നിലക്കാണോ ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു വഴി പറഞ്ഞു തരാണ്. ഖുർആനിക ആയത്തുകൾക്ക് വിരുദ്ധമായിട്ട്, ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായിട്ട് ആദം നബിക്ക് തെറ്റ് സംഭവിച്ചപ്പോൾ ഡയറക്റ്റ് അള്ളാഹുവോട് പറയുക, പറ്റിപ്പോയി പഠിച്ചോനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഫതാബ അലൈ അള്ളാഹു ആദമിൻ്റെ എന്ത് ചെയ്തു? തൗബ സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഇന്നഹു തീർച്ചയായും അവൻ ഹുവ തവ്വാബുർ റഹീം, ഹുവ അവൻ ആരായിരിക്കും? അള്ളാഹു അത്തവ്വാബ് എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്നവനാകുന്നു, അർ റഹീം കരുണാനിധിയുമാകുന്നു. അള്ളാഹ് എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ നമ്മളിൽ വരുന്ന തെറ്റിനെ പറ്റിക്ക് ഡ്രസ്സിൻ്റെ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ വരുമ്പോൾ ശ്രദ്ധിക്കുക. ആണുങ്ങളും നിര്യാണിക്ക് താഴെ പോകല് ഹറാമാ നമുക്കറിയാം, നരകത്തിലാണെന്നറിയാം. പല തെറ്റുകളും നമ്മൾക്ക് സംഭവിക്കും. തെറ്റുകൾ സംഭവിച്ചിട്ട് ഞാനൊരിക്കലും നന്നാകാൻ കഴിയൂല, എനിക്കൊരിക്കലും സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ചില വഴലുകൾ കേട്ടാൽ മനുഷ്യന്മാർ മുഴുവൻ നരകത്തിൽ, പറയുന്ന ആൾ മാത്രം സ്വർഗത്തിൽ പോലെ തോന്നിപ്പോകുക അല്ലേ? ഏത് ഒരാളെ നമ്മൾ ഉപദേശിക്കുമ്പോഴും 3 കാര്യം ശ്രദ്ധിക്കണം. തെറ്റിൻ്റെ ഗൗരവം നമ്മൾ അയാളെ അറിയിക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ തൗബ നിങ്ങൾക്കുമുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കണം. തൗബ ചെയ്തില്ലെങ്കിൽ കഠിനമായ ശിക്ഷ വേറെയുണ്ട് എന്നും അറിയിക്കണം. ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്തുണ്ട്? സ്വർഗ്ഗമുണ്ട് എന്ന് അറിയിക്കണം. നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്നറിയാം അല്ലേ? അള്ളാഹിനോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യുമ്പോൾ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. നമ്മളൊരു തെറ്റ് ചെയ്ത് ഒരാളോട് കള്ള് കുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, മോഷ്ടിച്ചു പോയി, അബദ്ധം സംഭവിച്ചു പോയി, കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോധം വരികയാണ്, ഞാൻ തെറ്റ് ചെയ്തല്ല റബ്ബേ, അയാൾ അള്ളാഹിനോട് എനിക്ക് പുറത്തേറണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഈ തെറ്റ് പൊറുക്കുന്നു മാത്രമല്ല പറയുന്നത്, പിന്നെന്താ പറയുന്നത്? ഈ തെറ്റിന് പകരം നന്മയാക്കി തരും അല്ലേ? ആരും ചെയ്യുമോ അത്? ഒരാളെ ഇവിടെ ദുനിയാവിലത്തെ ഏതെങ്കിലും കോടതി നമുക്ക് തരുമോ? തെറ്റ് പറ്റിയിട്ട് എന്നോട് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ശിക്ഷ ഒഴിവാക്കി തരുമോ അല്ലേ? അതിന് പകരം ഇങ്ങോട്ട് എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് തരുമോ? നീ പശ്ചാത്തപിച്ചല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല. ഇന്നഹു ഹുവ തവ്വാബ്, അള്ളാഹ് എല്ലാ തൗബയും സ്വീകരിക്കും. മാത്രം അള്ളാഹ് റഹീമാണ്, കരുണാനിധിയാണ്. തൗബ ചെയ്ത് മടങ്ങുന്ന മുഅ്മിനീങ്ങളോട് പരലോകത്ത് ഏറ്റവും കരുണ കാണിക്കുന്നവനാണ് അള്ളാഹു തആല. ലോകത്തെ ആദ്യത്തെ തെറ്റേതാണ്? ആദം നബി സ്വർഗത്തു നിന്ന് പഴം കഴിച്ചു എന്നുള്ള തെറ്റ് അല്ലേ? ആദ്യത്തെ തൗബ ഏതാ? റബ്ബന വലംന അംഫുസന എന്ന ആദം നബിയുടെ പ്രാർത്ഥന. ആദ്യത്തെ തെറ്റും ആദ്യത്തെ തൗബയും നമ്മൾ പഠിച്ചു. തൗബ അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ? ഏത് സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരന്മാരോടും പറയാനുള്ളത്, അള്ളാഹിനെ പറ്റി നമുക്ക് ആ ചിന്തയുണ്ടാകേണ്ടത് അല്ലേ? എന്താ നന്നാകാത്തത്? ഞാൻ എങ്ങനെയാണ് നന്നാകുക? എനിക്ക് എങ്ങനെയാണ് അള്ളാഹ് പൂർത്തി തരിക? നീ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹ് പറയുക, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം മനസ്സിനോട് തെറ്റൊക്കെ ചെയ്ത ആൾക്കാരോട് പറയൂ നബി, എന്ത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട? നിരാശപ്പെടണ്ട. എന്തിന് നിരാശപ്പെടേണ്ട? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹ് എല്ലാ തെറ്റും പുറത്തു തരും. അള്ളാഹ് തെറ്റു പുറത്തു തരും എന്നല്ല, ജമീഅ, അള്ളാഹ് എന്ത് തരും? എല്ലാ തെറ്റും പുറത്തു തരും. ഷിർക്കോ പൊറുക്കൂലേ? ഷിർക്കും പൊറുക്കും അല്ലേ? തൗബ ചെയ്താൽ
ഷിർക്കും പൊറുക്കും തൗബ ചെയ്താൽ, മറ്റുള്ള തെറ്റ് തൗബ ചെയ്തില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും? അള്ളാഹ് പുറത്തു തരും. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. വലിയ വലിയ വൻപാപങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തു തരും. അല്ലേ? രോഗീനെ കാണാൻ പോകുമ്പോൾ അള്ളാഹ് നമ്മളെ തെറ്റ് പൊറുക്കുന്നുണ്ട്. പള്ളിക്ക് പോകുമ്പോൾ നമ്മളെ തെറ്റ് പൊറുക്കുന്നുണ്ട്. ഒരു ജുമഅ കഴിഞ്ഞിട്ട് അടുത്ത ജുമഅ വരെയുള്ള ദിവസം അതിനിടയ്ക്കുള്ള തെറ്റിന് പരിഹാര. ഒരു റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ വരെ അതിൻ്റെ ഇടയ്ക്കുള്ള തെറ്റിൻ്റെ പരിഹാര. 5 നേരത്തെ നിസ്കാരം അതിൻ്റെ ഇടയ്ക്കുള്ള തെറ്റുകൾക്കുള്ള പരിഹാര. അല്ലേ? ആശൂറ നോമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു കഴിഞ്ഞ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും തെറ്റുകൾക്കുള്ള പരിഹാര. അറഫ നോമ്പ് ഒരു കൊല്ലത്തെ തെറ്റിൻ്റെ പരിഹാര. എത്ര ഹദീസുകൾ അങ്ങനെ പറയുന്നത്. വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ നമ്മുടെ ഈ നന്മകൾ കൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്തു തരും? ഒരുപാട് തെറ്റ് പുറത്തു വരും. ഇനി ഷിർക്കാണെങ്കിലോ അള്ളാഹുവെ പറ്റിപ്പോയി എന്നാണ് അള്ളാഹ് എല്ലാ തെറ്റും പുറത്തു തരും. അതുകൊണ്ട് പടച്ചോൻ തെറ്റ് പൊറുക്കൂല. നമ്മൾ എന്തിനാ ആൾക്കാരെ ജാറത്തിങ്ക പോകുന്നതും അവിടെ പോകും ഇവിടെ പോകുന്നതൊക്കെ? തെറ്റ് പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഡയറക്റ്റ് അള്ളാഹിനോട് പറ, അള്ളാഹ് എല്ലാ തെറ്റും പൊറുക്കും. അല്ലേ? എല്ലാ തെറ്റും അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹു പൊറുക്കും. ലോകത്തുള്ള എല്ലാവരും പിന്നെ കൂമ്പാരക്കണക്കിന് തെറ്റുമായിട്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയാലും അള്ളാഹ് എല്ലാ തെറ്റും എന്ത് കൊടുക്കും? പുറത്തു കൊടുക്കും. ലൗ അന്ന ഔവലക്കും വാഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫി അലാ സഈദിൻ വാഹിദ. ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ വരെ മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരു ഭൂമിയിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാലും അള്ളാഹ് എല്ലാ തെറ്റും എല്ലാവർക്കും പുറത്തു കൊടുക്കും. എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുകയും ചെയ്തു, എല്ലാ ഒന്നാം രാത്രിയിലും അള്ളാഹു രാത്രിയിലും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, അവസാന ഭാഗത്ത്. എന്തിനാ വരുന്നത്? എന്നോട് ചോദിക്കുന്നു, എനിക്ക് ഞാൻ കൊടുക്കാം. തൗബ ചെയ്യുന്നവൻ്റെ തൗബ സ്വീകരിക്കാം. മാപ്പിരന്നാലോ തെറ്റ് പുറത്തും കൊടുക്കാം. വേറെ ഹദീസിൽ എന്താ ഉള്ളത്? ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. അല്ലേ? അള്ളാഹ് രാത്രി കൈ നീട്ടുന്നു, പകലിൽ തെറ്റ് ചെയ്തിട്ട് രാത്രി പുറത്തു തരണേന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കാൻ. അള്ളാഹ് പകലിൽ കൈ നീട്ടുന്നു, രാത്രി തെറ്റ് ചെയ്തിട്ട് പകൽ ആർക്കെങ്കിലും മനസ്സ് മാറിയിട്ട് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹ് തെറ്റ് പുറത്തു തരാൻ. ഏത് ദിവസം ഏത് വരെ? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ. ഇപ്പോൾ എവിടുന്നാണ് സൂര്യൻ ഉദിക്കുന്നത്? കിഴക്കുന്ന്. എപ്പോഴാണ് പടിഞ്ഞാറ് ഉദിക്കുക? ഖിയാമത്തിൻ്റെ സമയത്ത്. അല്ലേ? അതുപോലെ മാലം യുഗർ, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അള്ളാഹ് തൗബ സ്വീകരിക്കും. മരിക്കുന്ന ആ സമയത്ത് കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. അപ്പം എല്ലാവരും തൗബ ചെയ്യും, സ്വീകരിക്കൂല. അതുകൊണ്ട് അള്ളാഹ് പറയാണ് ഇന്നഹു അത്തവ്വാബുർ റഹീം. അള്ളാഹ് എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കും, കരുണാനിധിയ. അതുകൊണ്ട് ആരോടും നമ്മൾക്ക് ഇന്നുണ്ടാകരുത്. ഉപദേശിക്കുമ്പോൾ ഈ ഭാഗം തൗബേൻ്റെ കവാടം പറയാൻ മറക്കരുത്. നമ്മളെപ്പോഴും ആളുകൾക്ക് നന്നാവാൻ സ്വീകരിക്കണം, നന്നാകും. അതാ ഇൽമുള്ള ആൾ പറയുക. നിങ്ങൾക്ക് ഓർമ്മയില്ലേ 99 ആളെ കൊന്നിട്ട് ഒരാൾ 100ാമത് കണ്ടത് ആലിമിനെ അല്ലായിരുന്നു. ആരെയാ കണ്ടത്? 99 ആളൊരാൾ കൊന്നില്ലേ? ചരിത്രം പഠിപ്പിച്ചില്ലേ? 100ാമത് അദ്ദേഹം ഒരാളെ കണ്ടു. അദ്ദേഹം ആലിമല്ല, ആബിദായിരുന്നു. അല്ലേ? എന്താ ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസം? ആലിം എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടാവും, ഇസ്ലാമിക വിജ്ഞാനത്തെക്കുറിച്ച് അറിവുണ്ടാവും. ആബിദോ വഅദ് കേട്ടിട്ടും ക്ലാസ് കേട്ടിട്ടും പുസ്തകമൊക്കെ വായിച്ച് നല്ല ഒരുപാട് പഠിച്ചിട്ട് ഭക്തി ഉണ്ടാവും. ചിലപ്പം അഗാധമായിട്ട് എന്തുണ്ടാകില്ല? അറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 100ാമത് കണ്ടൊരു ആബിദിനെ കണ്ടു. ഞാൻ 99 ആളെ കൊന്നു, എനിക്ക് മാപ്പുണ്ടോയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു കൊടുത്തു? എന്താ പറഞ്ഞത്? നിനക്ക് എങ്ങനെ മാപ്പ്? 99 ആളെ കൊന്നു, നിനക്ക് മാപ്പോ? എന്താ ഇയാൾ ചെയ്തത്? അയാളെ കൊന്നു. പോയി പിന്നെ കാണുന്നത് ആരെയാണ്? ഒരു ആലിമിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ 100 ആളെ കൊന്നു, എനിക്ക് മാപ്പുണ്ടോ? ആലിമ്, നിനക്ക് എന്താ മാപ്പില്ലാതെ? നിനക്ക് മാപ്പില്ലെന്നോ? അല്ലേ? നിനക്ക് മാപ്പുണ്ട്, പക്ഷേ നീ ആ തെറ്റ് ചെയ്ത സാഹചര്യത്തിൽ ആ നാട്ടിൽ നീ മാറിയിട്ട് സാലിഹ്യങ്ങൾ ജീവിക്കുന്ന ഇന്ന നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത് നിങ്ങൾ പഠിച്ച കഥയല്ലേ? അല്ലേ? മരിക്കുന്നു, റഹ്മത്തിൻ്റെ മലക്കും അദാബിൻ്റെ മലക്കും തമ്മിൽ മത്സരം. ഇത് ഞങ്ങളാളാ അല്ലേ? അപ്പം നെറുക്കിടുകയാണ്. ഒരു റിപ്പോർട്ടിൽ വേറെ ഹദീസിൽ കാണാം. അല്ലേ, അവിടെ തീരുമാനം വരികയാണ്, ഇദ്ദേഹം വന്ന ദൂരം നോക്ക്. സാലിഹ്യങ്ങളുടെ നാട്ടിലേക്ക് അടുത്താണെങ്കിൽ ഇദ്ദേഹത്തെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാം? സ്വർഗത്തിലേക്ക്. അല്ല, വൃത്തികെട്ട നാട്ടിൽ നിന്ന് വിട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, സാലിഹ് നാട്ടിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അദാബിൻ്റെ മലക്കുകൾ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്? നല്ല നാട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. റഹ്മത്തിൻ്റെ മലക്കുകൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? സ്വർഗത്തിലേക്ക്. അല്ലേ? നോക്കിയാൽ നിങ്ങൾ 100 ആളെ കൊന്ന വ്യക്തിക്ക് തൗബയുണ്ട്, നമുക്ക് തൗബ ഉണ്ടാവൂലേ? അല്ലേ? ഉറപ്പായിട്ടും ഏത് മനുഷ്യർക്കും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്.
റസൂലുള്ളാഹി പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹ് നശിപ്പിക്കും, നിങ്ങളെ നശിപ്പിച്ചു കളയും അള്ളാഹ്. പകരം ഭൂമിയിൽ വേറൊരു സമുദായത്തെ കൊണ്ടുവരും, അവർ തെറ്റുകൾ ചെയ്യും, അള്ളാഹിനോട് എന്തും ചോദിക്കും, ഇസ്തിഗ്ഫാറും ചോദിക്കും. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൊരു പണിയാണ് എന്ത്, തൗബ സ്വീകരിക്കുക. ഇരക്കൽ അള്ളാഹ്ക്ക് വമ്പിച്ച ഇഷ്ടമാണ്. നമ്മളും അല്ല നമ്മളെ വ്യത്യാസം. നമ്മൾ ചോദിച്ചു തന്നെ ഒരു പെന്നി തരുമോ, പിന്നെയും പെന്നി തരുമോ, അടുത്ത പ്രാവശ്യം പിന്നെയും മനുഷ്യർക്ക് മടുക്കും. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല. മല്ലം യസ്അലില്ല യഗ്ളബ് അലൈഹി. അള്ളാഹിനോട് ചോദിക്കുന്നില്ലെങ്കിൽ ഓനോട് അള്ളാഹ്ക്ക് എന്തുണ്ടാകും, വെറുപ്പുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും മാപ്പിരുന്നു, എപ്പോഴും പശ്ചാത്തപിക്കുക. അതുകൊണ്ട് റസൂൽ എന്താ പറഞ്ഞത്, ജനങ്ങളെ നിങ്ങൾ തൂബു ഇലല്ലാഹ്, നിങ്ങൾ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഫ ഇന്നി അതൂബു ഇലല്ലാഹ്, ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യണം. ഫിൽ യോമി മിഅത്ത മറ, എത്ര വട്ടം, 100 വട്ടം. ഒരു റിപ്പോർട്ടിൽ 70 മറ, 70 വട്ടം എന്ന് കാണാം. എന്താ റസൂലുള്ളാഹി നമ്മൾക്ക് ദിക്ർ പഠിപ്പിച്ചു, ഒരു ദിവസം 100 തവണ ചെല്ലാൻ. എന്ത്, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. ഒരു ദിവസം നമ്മൾ ചെല്ലേണ്ട ദിക്റാണത്. എത്ര വട്ടം, എണ്ണം പിടിച്ചിട്ട് 100 വട്ടം പഠിച്ചോ. എന്താണ് അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി ഒന്ന് പറഞ്ഞേ, വ അതൂബി. ഇതൊരു ദിവസം 100 വട്ടം ചെല്ലണം. നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ചെല്ലിയാൽ മതി അല്ലേ, എണ്ണം പിടിച്ചിട്ട് 100 വട്ടം ചെല്ലുക. ഇനി കോടിക്കണക്കിന് നമുക്ക് എണ്ണം പിടിക്കാതെ വേറെ എന്ത് ചെയ്യാം, ചെല്ലുകയും ചെയ്യും. എന്താണ് അതിൻ്റെ അർത്ഥം, അസ്തഗ്ഫിർ, ഞാൻ അള്ളാഹിനെ മാപ്പിരക്കുന്നു, വാത്തൂബി, അള്ളാഹിനെ പശ്ചാത്തപിക്കുകയും ചെയ്യാണ് അല്ലേ. അള്ളാഹ് സ്വീകരിച്ചാൽ പോരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിൻ്റെ റസൂൽ പോലും അത് ചെയ്യാണ്, നമ്മളും അത് ചെയ്യുക. ഏത് തെറ്റും അള്ളാഹു പൊറുക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത്. അള്ളാഹ് പറയുക, ഖുൽന ബിതു മിൻഹ ജമിഅ, ഖുൽന നാം പറഞ്ഞു, ബിതു നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ, മിൻഹ അതിൽ നിന്ന്, അഥവാ സ്വർഗത്തിൽ നിന്ന്, ജമിഅ നിങ്ങൾ ഒന്നിച്ച് എല്ലാവരും. ആദമിനോട് പറഞ്ഞു, ഭാര്യനോട് പറഞ്ഞു, ശൈത്താനോട് പറഞ്ഞു, എല്ലാവരും എന്ത് ചെയ്തോ, ഒന്നിച്ച് ഇറങ്ങിപ്പോയിക്കും. എന്നിട്ടോ ഫ ഇമ്മായ എത്തിയന്നക്കും, എന്നിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മിന്നി എന്നിൽ നിന്ന്, ഹുദൻ സന്മാർഗം, ഭൂമിയിലേക്ക് നിങ്ങൾ പോയിക്കോ, ഭൂമിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹിദായത്ത് അങ്ങോട്ട് തരും, സന്മാർഗം അയച്ചു തരും. ഫ ഇമ്മായ എത്തിയന്നക്കും മിന്നി ഹുദൻ, എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ഫമൻ തബിഅ ഹുദായ, ഫമൻ തബിഅ ആര് പിൻപറ്റിയോ, ഹുദായ എൻ്റെ സന്മാർഗത്തെ ഹിദായത്തിനാര് പിൻപറ്റിയോ, ഫല ഖൗഫുൻ അലൈഹിം അവരുടെ മേലെന്തില്ല, പേടിയില്ല, വലാഹും യഹ്സനൂൻ അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവർക്ക് ഭയക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആർക്ക്, അള്ളാഹു സന്മാർഗത്തെ അയക്കുമ്പോൾ ആ സന്മാർഗത്തെ പിൻപറ്റുന്ന ആളുകൾക്ക്. ഇതാണ് ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞേക്കുമ്പോൾ അല്ല പറഞ്ഞത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞേക്കുമ്പോൾ അല്ല പറയാണ്, എല്ലാവരും പോയിക്കോ, ഇനി ഇതിൻ്റെ പോകുന്നതിൻ്റെ കൂടെ എൻ്റെ ഹിദായത്ത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തരികയാണ്, അത് പിൻപറ്റുന്നവനാണ് ഇനി ഭയക്കേണ്ടാത്തതും ഇനി ദുഃഖിക്കേണ്ടാത്തതും. അതുകൊണ്ടാണ് ഏത് സമയത്തും നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിക്കുന്നത്, ഹിദായത്ത് കേട്ടോ, നമ്മളൊക്കെ ചോദിക്കണം. ഇപ്പോൾ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് തന്നൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു തരും. ആര് അത് പിൻപറ്റിയോ 2 ഗുണങ്ങൾ അവർക്കുണ്ട്. എന്തൊക്കെയാണ് ഗുണങ്ങളൊന്ന് പറഞ്ഞൊക്കെ, അഫലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ പേടിയുണ്ടാവില്ല, വലാഹും യഹ്സനൂൻ അല്ലേ, ദുഃഖിക്കേണ്ടി വരികയില്ല. അള്ളാഹ് നമുക്ക് തന്നെ തൗഫീഖ് കേട്ടോ. ഈ ലേൺത് ഖുർആൻ എന്ന് പറയുന്ന ഈ പാഠ്യപദ്ധതി കൊണ്ട് നമുക്ക് അള്ളാഹിൻ്റെ ഖുർആൻ അൽ-ബഖറയൊക്കെ അർത്ഥം വിശദീകരണം പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മളെ ജീവിതകാലത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഓട്ടത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ വിശദീകരണത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യൂല, പോകൂല, അല്ലേ സത്യം? നമ്മളിങ്ങനെ അമ്മ ജുസുമെന്ന് ഇങ്ങനെ കളിക്കൂ, അതിനേട് ആ സബ്ബി ഇസ്മ വരെ ഇങ്ങനെ പോകും മാക്സിമം പോയാൽ അല്ലേ. പണ്ട് പഠിച്ച യാസീൻ കാണാപ്പാട് അതുമുണ്ട്, അതിങ്ങനെ കളിക്കാന്നല്ലാതെ. അള്ളാഹു നമുക്ക് തരുന്ന അവസരമാണിത്, ഖുർആൻ്റെ ഭംഗി. നമ്മളെ എന്തിന് ഭൂമിയിലേക്ക് പറഞ്ഞേച്ച് നമ്മൾ പഠിക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ ഭൂമിയിലേക്ക് എത്തിയെന്ന് ഇപ്പോൾ പഠിച്ചു. ഭൂമിയിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് അള്ളാഹ് എന്തോ ഒരു സാധനം തന്നു, അതാണ് ആ ഹിദായത്ത്. ഒറ്റ കണ്ടീഷൻ, തറവാട് നിങ്ങൾക്ക് സ്വർഗ്ഗ, ആ സ്വർഗത്തിലേക്ക് എത്തണോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫമൻ തബിഅ ഹുദായ എൻ്റെ സന്മാർഗത്തെ പിൻപറ്റണം. ആരെങ്കിലും കാണിച്ച് ഈ കുറച്ചു മുമ്പ് ഒരു കീറ ബുക്ക് കാണിച്ചില്ലേ അല്ലേ, ആ ജാതിയൊക്കെ പിൻപറ്റുന്നതിന് പകരം അള്ളാഹിൻ്റെ ഹിദായത്തെ പിൻപറ്റാനാണ് പറഞ്ഞത്. എപ്പോഴും നമ്മൾ
നിസ്കാരത്തിൽ ആദ്യമായിട്ട് അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നതും ഇത് തന്നെയാണ്, ഹിദായത്ത്. ഏതായത്തിലൂടെ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരു കണ്ടീഷൻ നമ്മൾ അതുകൊണ്ട് പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്ത് പറയുമ്പോൾ അള്ളാഹ് ഇങ്ങോട്ട് പറയും അല്ലേ, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. എന്നിട്ട് അള്ളാഹ് എന്താ പറയുന്നത് അറിയോ? വലി അബ്ദീ മാ സഅൽ. എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിക്കുന്നോ അത് ഞാൻ കൊടുക്കും. എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഫസ്റ്റ് ചോദിച്ചു നമ്മൾ, എന്താ ചോദിച്ചത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ നയിക്കണേ. അള്ളാഹ് അപ്പോഴും മറുപടി പറയും, വലി അബ്ദീ മാ സഅൽ. എൻ്റെ അടിമ ചോദിച്ചത് അവനക്ക് കൊടുക്കും. 5 നേരം ചോദിക്കുക, 17 തവണ. സുന്നത്ത് പിന്നെയും അള്ളാൻ്റെ റസൂലും ചോദിക്കുക, ഹിദായത്ത് തരണേ, നേരിൻ്റെ മാർഗത്തിലാക്കണേ അല്ലേ. എന്താ അറിയോ, ഏത് സമയം നമ്മൾ ആല് ഇമ്രാൻ പഠിക്കുമ്പോൾ പഠിപ്പിച്ചിരുന്നു, റബ്ബന ലാ തുസിഗ് ഖുലൂബന എന്ന മറ്റൊരു പ്രാർത്ഥന നമ്മളുണ്ട്. നല്ല പ്രാർത്ഥിപ്പിക്കുക, പ്രാർത്ഥിച്ചോളി മക്കളെ, പടച്ചോനെ ഞങ്ങളെ ഹൃദയങ്ങളെ നീ എന്ത് ചെയ്യല്ലേ, തിരിച്ചു കളയല്ലേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈത. ഹിദായത്ത് തന്നിട്ട് നീ ഞങ്ങൾ എന്ത് ചെയ്യല്ലേ, വേറെ മാർഗത്തിലേക്ക് തിരിച്ചു വിടല്ലേ. എത്ര ആൾക്കാർ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, മുസ്ലിമായിട്ട് വളരുന്നു, ദുനിയാവിലെ തുച്ഛ ലാഭത്തിന് വേണ്ടിയിട്ട് അള്ളാഹ് ഇല്ല എന്ന് പറയുന്നതും അള്ളാഹ് ഇല്ല എന്ന് പറയുന്നവരും ഇന്ന് ഡെയിലി നമ്മൾക്ക് മുസ്ലിം കുടുംബത്തിലെ സഹോദരിമാർ എന്ന് കാണുന്നു. സത്യമാണോ അസത്യമാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു പൊതു നമ്മൾ കാണുകയാണ് അല്ലേ. ഇന്നത്തെ മീഡിയകളിലൂടെയൊക്കെ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് അല്ലേ. ഒളിക്കാതെ പോകുന്ന കുറഞ്ഞും ഒളിച്ചിട്ട് പോകുന്ന അധികവും എന്നുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ള മതത്തിൻ്റെ ആളുകളോട് ഇങ്ങനെ ദീന് നഷ്ടപ്പെട്ട് പോകുക. അതുപോലെ മരിക്കുമ്പോൾ മുസ്ലിം അല്ലാതെ കാഫിറായ നിലക്ക് മരിക്കുന്ന ഒരു രംഗം വരിക. എപ്പോഴും പ്രാർത്ഥിക്കുക, പഠിച്ചോനെ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നീ ഞങ്ങൾ എന്ത് ചെയ്യണേ, നിലനിർത്തണേ. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയം. അള്ളാഹ് എപ്പോഴത് ചലിപ്പിക്കുമ്പോഴും ആ ഹൃദയം അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കൽബ് ഞാൻ പറഞ്ഞതാണ് ഇവിടെ അല്ലേ, മാറി മറിയും. ഇപ്പോൾ ഈ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും നന്നാണോ, പക്ഷേ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടാണ് പോകുമ്പോഴത്തേക്ക് അത് മറന്നിട്ടുണ്ടാകും അല്ലേ. ചില ആൾക്കാർക്ക് ഉംറക്കൊക്കെ പോകുമ്പോൾ ബസ്സിൽ നിന്ന് ക്ലാസ് എടുത്താൽ പറയും, പേടിച്ചു വേണം ഉസ്താദ് ഇപ്പം മരിച്ചു പോകുന്നു അല്ലേ. ചില വേദനെല്ലാം കേൾക്കുമ്പോൾ നമുക്കത് തോന്നും. ചില പിരിവാരൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ നല്ല ഒരു അറുത്ത കൈക്ക് 5 പൈസ കൊടുക്കാത്ത ആളൊക്കെ ചിലപ്പോൾ പൈസ കൊടുത്തു. എന്തുകൊണ്ടാണ് ആ നരകത്തിൽ ഇങ്ങനെ വർണ്ണിച്ച് അതിൻ്റെ വക്കിലങ്ങോട്ട് നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കും. ആ ഭക്തി അതേ കിട്ടിയ മനുഷ്യൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് മറന്നു പോയിട്ടുണ്ടാകും. ഇതാ കൽബിൻ്റെ പ്രത്യേകത. റമദാൻ അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ താരെങ്കിലും അങ്ങോട്ട് മരിച്ചാൽ അല്ലേ, പിന്നെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകേണ്ട തിരക്കായിരിക്കും എനിക്ക്. ഒരാഴ്ച കഴിഞ്ഞാലോ ഇതേ മനുഷ്യൻ മാറിക്കഴിഞ്ഞു. നമ്മളെപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചവനെ എന്നെ നീ ഹിദായത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല റബ്ബേ. അള്ളാഹു നമ്മൾക്കൊക്കെ നിലനിർത്തുമാറാകട്ടെ. ബാദിറു ബിൽ അഅമാലി ഫിത്ന. ചില ഫിത്ന വരുന്നതിന് മുമ്പ് നിങ്ങൾ നന്മകളൊക്കെ മുൻകൂട്ടി ചെയ്തു. ആ ഫിത്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് കഴിയൂല. എന്നിട്ട് എന്താ പറയുന്നത് അല്ലേ, ആ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ അതിങ്ങ് വന്നു കഴിഞ്ഞാൽ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. രാവിലെ ഒരാൾ മുസ്ലിമായിരിക്കും, വൈകുന്നേരം അയാൾ കാഫിറായി പോയിട്ടുണ്ടാകും. വൈകുന്നേരം മുസ്ലിമായിരിക്കും, പിറ്റേന്ന് നേരം വിളിക്കുമ്പോഴത്തേക്ക് കാഫിറായി പോയിട്ടുണ്ടാകും. ദുനിയാവിലെ തുച്ഛമായ കാര്യത്തിന് വേണ്ടി ദീന് വിൽക്കുന്ന ആൾക്കാർ, ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ദീന് വിൽക്കുന്നൊരു സമൂഹം വരും. നമ്മളങ്ങനെ ആകരുത്. എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഹിദായത്ത് നിലനിർത്തി തരാൻ റബ്ബിനോട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. പ്രാർത്ഥിക്കലുണ്ടോ നിങ്ങൾ? ഉണ്ടോ? എന്നത് കേൾക്കാത്തതുണ്ടെങ്കിൽ ഉണ്ട് തന്നെ ഉണ്ടാകണം കേട്ടോ. നമ്മളിങ്ങനെ കേട്ട് പോകുന്നൊരു ടീമായി മാറരുത്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാക്ടിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. 2 ശ്രദ്ധിക്കേണ്ടത്, ഹിദായത്തൊക്കെ ചോദിക്കണം. ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹിനോട്. യാ ഇബാദി കുല്ലുക്കും ലാലുൻ. എൻ്റെ അടിമകളെ നിങ്ങളെല്ലാവരും വഴികേടില്ല. ഇല്ലാമൻ ഹദൈത്തു, ഞാൻ ഹിദായത്ത് കൊടുത്തോനൊഴികെ. ഫസ്തഹിദൂനി അഹദിക്കും. നിങ്ങൾ എന്നോട് എന്ത് ചെയ്തോ, ഹിദായത്ത് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരും. ഹിദായത്ത് ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്. അള്ളാഹിൻ്റെ റസൂൽ എനിക്ക് ഹിദായത്ത് തരുമെന്ന് പ്രാർത്ഥിക്കരുത്. ഒരു പടപ്പിനോടത് ചോദിക്കരുത്. ആരോട് തന്നെ ചോദിക്കണം?
അള്ളാഹിനോട്. ആർക്ക് ഹിദായത്ത് തരാൻ പറ്റൂ? അള്ളാഹ്ക്ക്. അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കണത് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. കഴിഞ്ഞോ? ഇല്ല. ഇബ്രാഹിം നബിൻ്റെ ബാപ്പക്ക് ഇത് കിട്ടിയോ? നൂഹ് നബിൻ്റെ ബാപ്പക്ക് കിട്ടിയോ? ലൂത്ത് നബിൻ്റെ ബാപ്പക്ക് കിട്ടിയോ? ഫിർഔന് കിട്ടിയിട്ടില്ല. ഭാര്യയ്ക്ക് കിട്ടിയോ? കിട്ടി. അല്ലേ? ഇതാ ഹിദായത്തിൻ്റെ പ്രത്യേകത. അത് അള്ളാഹ് യഹ്ദി മൈ യശ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവൻ ഹിദായത്തിലാക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ പണി, ആ വഴിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എപ്പോഴും സഹോദരങ്ങളെ ആ ഹിദായത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുക. അതോടൊപ്പം തന്നെ അത് നിലനിൽക്കാനും വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആയാൽ ആ ഹിദായത്ത് അള്ളാഹ് അയച്ചു തരും. ഖുർആനാണ്, സുന്നത്താണ്, അള്ളാഹുവിൻ്റെ മാർഗമാണ്. പ്രവാചകന്മാരത് കൊണ്ടുവന്നു. നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ വഴി പഠിപ്പിച്ചു തന്നു. മണലിൽ ഒരു വര വരച്ചു, നേരെ വര. അപ്പുറത്തും ഇപ്പുറത്തും കുറേ വളഞ്ഞ വരകളും വരച്ചു. എന്നിട്ട് പറഞ്ഞു ഹാദാ സബീലി, അല്ലേ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ ആയത്ത് ഓതി കൊടുത്തു. ഇതാണ് എൻ്റെ മാർഗം. നേരുള്ള വരെ കൂടി പോകണം, അപ്പുറത്തും ഇപ്പുറത്തും വളഞ്ഞ വഴി കൂടെ പോകരുത്. അത് ശൈത്താൻ നിങ്ങളെ തെറ്റിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളി. ഒരു വിഷയം ഒരു നിസ്കരിക്കുമ്പോൾ ഈ നിസ്കാരം നമ്മൾ ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്നത് അള്ളാഹു അത് പഠിപ്പിച്ചത് കൊണ്ടാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് കൊണ്ടാണ്. മഗ്രിബ് 3 ആക്കിയതും അതുകൊണ്ടാണ്, സുബഹി 2 നിസ്കരിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ആ നിസ്കാരമൊക്കെ കറക്റ്റായി നമ്മൾ പഠിപ്പിക്കാത്തൊരു തസ്ബീഹ് നിസ്കാരം കേൾക്കലുണ്ട്. അള്ളാഹ് ഈ ളുഹർ നിസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ച് നമ്മൾ ചെയ്തു. പക്ഷേ തസ്ബീഹ് നിസ്കാരം എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് റജബ് 20 സ്പെഷ്യൽ നോമ്പ് ഉണ്ടാകണ്ട എന്ന് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. റമളാൻ നോമ്പ് പഠിപ്പിച്ചു, റജബ് 20 പഠിപ്പിച്ചില്ല. ശഅബാൻ 15 മാത്രം അന്നത്തെ സ്പെഷ്യൽ ഒരു നോമ്പ് പഠിപ്പിച്ചില്ല. ശഅബാൻ 13, 14, 15 എന്ന നിലക്ക് നോമ്പെടുക്കാവുന്നതിനപ്പുറം ശഅബാൻ 15 എന്നൊരു പ്രത്യേക ദിവസം കണക്കാക്കിയിട്ടൊരു നോമ്പ് പഠിപ്പിക്കാത്തതുകൊണ്ട് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അള്ളാഹു തന്നൊരു ഹിദായത്തിൻ്റെ വഴിയുണ്ട്, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അത് ചെയ്താലേ ഫലാ ഖൗഫുൻ അലീം, അവരുടെ മേലേക്ക് എന്തില്ല? പേടിയില്ല. അവർക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. വലാഹും യഹ്സനു, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ വല്ലദീന കഫറു, ആര് നിഷേധിക്കുന്നുവോ, വകദ്ദബു, അതുപോലെ തന്നെ പിന്നെ കളവാക്കുകയും ചെയ്യുന്നുവോ, ബി ആയാത്തിന, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും അവിശ്വസിക്കുകയോ കളവാക്കുകയോ ചെയ്താൽ ഉലായിക അസ്ഹാബുന്നാർ, അവരാണ് നരകത്തിൻ്റെ ആളുകൾ. ഹും, അവർ ഫീഹ, അതിൽ, ആ നരകത്തിൽ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും. അള്ളാഹു ഹിദായത്ത് തന്നു, അത് പിൻപറ്റുന്നതിന് പകരം അതിനെ അവിശ്വാസം കാണിക്കുക, നിഷേധിക്കുക, കളവാക്കുക. എനിക്ക് പറ്റൂല, അതാണ് കളവാക്കുക. നമുക്കൊക്കെ ആ സ്വഭാവം ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ തന്നെ ഇപ്പോൾ 3 കൊല്ലം കൊണ്ട് പിന്നെ എനിക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത ഓർമ്മയിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1500 വയല് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നാവില്ല, അല്ലേ? എല്ലാവരോടും പറയും സഹോദരൻ, നമ്മൾ ഒന്നാമത് നമ്മുടെ വിശ്വാസം നന്നാക്കണം. ഒന്ന്, നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സഹായതട്ടങ്ങളും മുഴുവൻ അള്ളാഹിനോട് മാത്രമായിരിക്കണം. വേറൊന്നിനും നമ്മൾ തവക്കുലാക്കരുത്. ചരട് നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടാകരുത്. എന്ത് ചരട്? രോഗം മാറാൻ ചരടുണ്ട്, അല്ലേ? അറിയാലോ നിങ്ങൾക്ക്. ഏലസ്, ഐക്കല്ല്, ഉറുക്ക് എന്നൊക്കെ പറഞ്ഞ പല സാധനമുണ്ട്. പേഴ്സിൽ, വണ്ടിയിൽ, മേശയിൽ, എല്ലാത്തിലും, അല്ലേ? ശരീരം ചുറ്റും ഉണ്ടാവും. കൈമേലൊന്നുണ്ടാവും, അതുപോലെ തന്നെ ബോഡിയിലൊന്നുണ്ടാവും, അല്ലേ? ഇങ്ങനത്തെ ഒന്നിലും ബരമേൽപ്പിക്കരുത്. സത്യം അള്ളാഹ് മാത്രം ചെയ്യാം. വല്ലാഹി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം, പക്കത്തെ പള്ളിയാണ് സത്യം, ഇന്ന് തങ്ങളാണ് സത്യം. ഒന്നും സത്യം കൊണ്ട് ശിർക്കാകരുത്, അല്ലേ? മഴ പെയ്യുമ്പോൾ ശിർക്ക് വരുന്നു. ഇന്ന നക്ഷത്രം കൊണ്ടുള്ള മഴയാ, ഇന്ന ഞാറ്റുവേല കൊണ്ടുള്ള മഴയാ. മഴ വരുമ്പോൾ എന്താ പറയേണ്ടത്? നമ്മൾ മുതിർന്ന ബി റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? മഴ കിട്ടി എന്ന് പറയണം. ആ നിലക്ക് ആ ഭാഗത്ത് മഴ വരുമ്പോൾ ശിർക്ക് വരുന്നു, അവിശ്വാസം വരുന്നു. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചത് മാത്രമായിരിക്കണം. ചൊല്ലുന്ന സലാത്ത് പലപ്പോഴും താജുസ്സലാത്ത്, നാരിയ സലാത്ത്, അഅലമുസ്സലാത്ത്, കൻസുൽ അർഷ് എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ടിട്ട് വട്ടം ചുറ്റിയിരുന്നിട്ട് ഇത്ര എണ്ണം നിശ്ചയിച്ചിട്ട് റസൂലുള്ളാഹി സ്വപ്നം കാണാൻ സ്പെഷ്യൽ സലാത്ത്, കാണാതായ സാധനം കിട്ടാൻ വേറെ സലാത്ത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു സലാത്ത് ചെയ്തിട്ടൊരു കാര്യമില്ല.
നമ്മൾ ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് 10 കൂലി കിട്ടണമെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് തൊട്ടിട്ട് ഇന്നക ഹമീദു മജീദ് എന്നുള്ളവരെ 7ഓളം രൂപത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വലാത്താണത്. അത് ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് 10 കൂലി കിട്ടുക. നേരെ മറിച്ചിട്ട് ഇത്തരം നാരിയ സ്വലാത്ത്, അതിനൊക്കെ പൗരുഷയും പറയുന്നുണ്ട്. അങ്ങനത്തെ സ്വലാത്ത് അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നമ്മളത് ശ്രദ്ധിക്കുക. ദിക്റുകൾ ചെല്ലുമ്പോൾ പിന്നെ ഓരോ നിലക്കും അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണം പറഞ്ഞു ചെല്ലേണ്ട സമയത്ത് ആ എണ്ണം പിടിച്ചിട്ട് തന്നെ ചെല്ലുക അല്ലേ. ചില പുസ്തകത്തിൽ കാണാം 2222, 3333 അല്ലേ, ഇങ്ങനത്തെ ദിക്റ് ഹൽക്കകൾ അല്ലേ, വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ ചെല്ലുക. നാട്ടിൽ ചെല്ല് മുഴുവൻ പോസ്റ്ററായിരിക്കും ദിക്റ് ഹൽക്ക കുറ്റിയാട്, ദിക്റ് ഹൽക്ക കോഴിക്കോട്, ദിക്റ് ഹൽക്ക പാലക്കാട്. അമുസ്ലിങ്ങൾ വിചാരിക്കും ഏതോ പണ്ഡിതനാറ്റം വരുന്നുണ്ട് അല്ലേ. ആ നിലക്കായി ബോർഡ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. വർഗീയ പ്രശ്നം ഉണ്ടാകുന്നൊരു സ്ഥലത്ത് ഒരു പോലീസുകാരൻ പറഞ്ഞിരുന്നു, നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ആ ദിക്റ് ഹൽക്കയോട് നിന്നോട് വരാൻ പറ, ഈ പ്രശ്നം കൊണ്ട് തീർക്കാൻ. കാരണം അയാൾ വിചാരിച്ചു ദിക്റ് ഹൽക്ക ഇന്ന സ്ഥലത്ത്, ദിക്റ് ഹൽക്ക ഇന്ന സ്ഥലത്ത് നിന്ന് കാണുമ്പോൾ ഇതേതോ മനുഷ്യനറ്റാന്നാണ് അല്ലേ. ഈ നിലക്ക് വട്ടത്തിൽ ഇരുന്നിട്ടുള്ള ദിക്റ് പഠിപ്പിച്ചിട്ടില്ല. നാട്ടിലൊക്കെ പള്ളിയത്തെ മൈക്രോഫോൺ ഓണാക്കിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ശല്യം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പാടില്ല. എന്താണോ ചെല്ലുന്ന ദിക്റുകൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാകുക. എണ്ണം പിടിച്ച് ചെല്ലുമ്പോൾ എണ്ണം പിടിച്ച് ചെല്ലുന്ന ദിക്റുകളാകുക. ഇതൊക്കെ പഠിപ്പിക്കാത്ത ചെല്ലണ്ട എന്ന് പറയുന്നതോടൊപ്പം എൻ്റെ സലഫി സഹോദരങ്ങളോട് പ്രത്യേകം പറയാണ്, ചെല്ലണ്ട എന്ന് പറയുക എളുപ്പമാണ് നമുക്ക് ആൾക്കാരോട്. അത് പഠിപ്പിച്ചിട്ടില്ല, ഇത് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ ചോദിക്കും എന്താ പഠിപ്പിച്ചത്, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലേ. നമുക്ക് 100 കണക്കിന് ദിക്റുണ്ട് ചെല്ലാൻ, രാവിലെ എഴുന്നേറ്റത് മുതൽ അതുപോലെ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ. എന്നാലും തീരില്ല. ഉറക്കുന്ന ഞെട്ടി എഴുന്നേറ്റാൽ പോലും നമുക്ക് എന്തുണ്ട്, ദിക്റുണ്ട് അല്ലേ. പാതിരാ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ദിക്റുകളുണ്ട്. അതൊക്കെ ചെല്ലുന്നവരാകണം നമ്മൾ. എന്തായിരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റ് ഒന്ന് പറഞ്ഞേ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ, അല്ലെങ്കിൽ അഹ്യ വ അമൂത്ത്. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ എന്നോ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത്തു എന്നോ പ്രാർത്ഥിക്കാം. ഇത് മാത്രമാണോ ഉള്ളത്? അല്ല, കുറേ പ്രാർത്ഥന ഉണ്ട് അല്ലേ. അതുപോലെ പിന്നെ ഇവിടെ ചൊവ്വാഴ്ച രാത്രി ഹദീസ് ക്ലാസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ദിക്റുകൾ പഠിക്കുന്നുണ്ടാകും. അതുപോലെ ലേഡീസും പഠിച്ചിരിക്കണം അല്ലേ. വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ വസ്ത്രം ധരിക്കും. അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇതാണ് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലേണ്ടത്. പിന്നെ പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോഴോ നമ്മളൊക്കെ പറയാറുണ്ട്, പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ നേരിട്ട് ഇടല്ലേ, അതിലെന്തെങ്കിലും അലർജിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അലക്കിയിട്ടൊക്കെ ഇടും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി അസ്അലുക ഫീ ഖൈരി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരി വ ശർരി മാ സുനിഅ ലഹു. പഠിച്ചോനെ അല്ലേ, അല്ലാഹുമ്മ ലക്കൽ ഹംദു, നിനക്ക് സ്തുതി റബ്ബേ, നീയാണ് ഇത് ധരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് നിർമ്മിക്കപ്പെട്ടതിലെ ഖൈറും ഇതിൻ്റെ ഷെറും, ഇത് നിർമ്മിച്ചതിലെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നോക്കി നിങ്ങൾ, ചില ഡ്രസ്സ് ബോഡിയിൽ കണ്ട് വെച്ചാൽ ആയുഷ്കാലം മുഴുവനും ചിലപ്പോൾ ആ അലർജി എന്ത് ചെയ്യൂല, പോകൂല, പ്രശ്നം ഉണ്ടാകും. ആരോടാണ് ഇത് ചോദിക്കേണ്ടത്? ഫസ്റ്റ് അള്ളാഹ്. നമുക്ക് ആ പരിപാടി തന്നെയില്ല, ആ ഭാഗം തന്നെ ഇല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ സുന്നത്ത് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. നാട്ടിൽ കാണാം അല്ലേ, ഗൾഫുകാരൻ ഫസ്റ്റ് ഗൾഫിൽ നിന്ന് പോകുമ്പോഴും മൊയ്ലിയാർ വരും അൽ ഫാത്തിഹ, ഒരു കുട്ടി ജനിച്ചോ അൽ ഫാത്തിഹ, ഒരുത്തർ മരിച്ചോ അൽ ഫാത്തിഹ, നിക്കാഹ് കഴിഞ്ഞോ അൽ ഫാത്തിഹ. എന്തിനാ ഇത് വരുന്നത്? പഠിപ്പിച്ച ദിക്റുകൾ നഷ്ടപ്പെടുമ്പോഴാണ് ബിദ്അത്ത് വരുന്നത്. നമുക്ക് ചോദിക്കാൻ പറ്റണം, ഞാൻ യാത്ര പോകുകയാണ്, യാത്രക്കാരൻ വീട്ടുകാരോടും യാത്ര അയക്കുന്നവരോടും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യാത്ര അയക്കുന്നവർ യാത്രക്കാരനോട് പ്രാർത്ഥിക്കേണ്ട കുറേ പ്രാർത്ഥനയുണ്ട് അല്ലേ. ഇതൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഈ ജാതി ബിദ്അത്തൊക്കെ പോകും. എന്തുകൊണ്ട് ബിദ്അത്ത് വരുന്നു? ഈ സുന്നത്തൊക്കെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലും റസൂലുള്ളാഹിയുടെ ചര്യ നമ്മൾ പിൻപറ്റണം, സ്വഭാവത്ത് പിൻപറ്റണം. കണിശതയുണ്ട് നമ്മൾക്ക്, പക്ഷേ അന്ധവിശ്വാസം എതിർക്കുന്നതിൽ മാത്രമല്ല കണിശത വേണ്ടത്. പഠിപ്പിച്ച സുന്നത്ത് ജീവിതത്തിൽ എടുത്തിട്ട് വേണം നമുക്ക് എന്ത് കാണിക്കാൻ? ഈ കണിശത കാണിക്കൽ. അതാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹ് പറയുന്നത്. ഇല്ലേ, നിഷേധിക്കുന്നവരാണോ നരകത്തിൻ്റെ ആൾക്കാരെ നമ്മൾ. അതുകൊണ്ടാണ് ആണുങ്ങളോടും ഇന്നും ഒന്നും കൂടെ ഗൗരവത്തിൽ പറയുന്നത്. നമ്മൾക്ക് ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് അത് എവിടെയാണെന്നാണ് പറഞ്ഞത്? നരകത്തിൽ. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. നമ്മൾ വിശ്വസിക്കുന്നു മുസ്ലിം ആയതുകൊണ്ട്. നരകത്തിലാണ്. നമുക്കെന്താ നന്നാകാൻ കഴിയാത്തത്?
പെണ്ണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവനും മറക്കൽ എന്താണ്? നിർബന്ധമാണ്. ഇതൊരു ഡ്രസ്സിൻ്റെ മാത്രം. ബാക്കി എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ മേഖലയിലും നമ്മളിത് പാലിക്കുക. വിശ്വാസത്തിൽ, കർമ്മത്തിൽ, സ്വഭാവത്തിൽ, ഇടപാടുകളിൽ, ഇടപഴക്കങ്ങളിൽ, എല്ലാത്തിലും നമ്മൾ ആ നിലക്ക് ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി പഠിക്കുക. അടുത്ത ഞാൻ ഓതിക്കേൽപ്പിച്ചിരുന്നു ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആയത്ത്. ഇൻഷാ അല്ലാഹ് അത് 40-ാമത്തെ ആയത്ത് മുതൽ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ എടുക്കും. അല്ലാഹു തആല നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ സ്വർഗീയ ലോകത്തും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ തവഫന മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.